സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഫ്ലോറയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനും ഫ്ലോറയും കൂടിയിട്ട് ഇന്ന് കൊച്ചിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഫ്ലോറ ഒരു സൈക്ലിസ്റ്റാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് സൈക്കിൾ ഒന്ന് ഒന്ന് കറങ്ങേണ്ട പ്ലാനാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഫ്ലോറയെ ഒന്ന് പരിചയപ്പെടാം. ഫ്ലോറി ഇപ്പം അപ്പുറം പോയിട്ടുള്ളത് യാത്രക്ക്. അവള് കുറെ കാലത്തിന് ശേഷം സൈക്കിൾ എടുക്കുന്നതാണ്. അതിന്റെ ഒന്ന് സെറ്റപ്പെല്ലാക്കാൻ പോയിട്ടുള്ളത്. നമുക്കിനി യാത്ര തുടങ്ങാം. ഇതാണ് നമ്മുടെ സ്വന്തം താരം. പേര് പറയൂ. എന്റെ പേര് ഫ്ലോറ ആണ്. എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ റെഡി ജൂട്ട്. നമ്മള് ബൈജുവ ഒരു 5 ഇയേഴ്സിന്റെ ബാക്ക് കണ്ണൂരിൽ വെച്ചിട്ട് കണ്ടതാ. ഞാൻ ഇപ്പൊ അവിടെ പണിയിലുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ കണ്ടു. എന്റെ മലയാളം അത്ര ശരിക്കും തമിഴാണ് നേറ്റീവ്. അപ്പോൾ അവിടെ കുറേ ഞാൻ സൈക്ലിംഗ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ തിരുച്ചിയിൽ വന്നിട്ട് പുള്ളി വന്ന് തമിഴ്നാട് മീൻസ് ഇന്ത്യ ഫുള്ളായിട്ട് കറങ്ങണമെന്നൊക്കെ തുടങ്ങി. എനിക്കും ആഗ്രഹമുണ്ട് ചെയ്യാൻ, പക്ഷെ കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ നെക്സ്റ്റ് മന്ത് ചിലപ്പം എനിക്കൊരു സ്പൈനിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിലേ ആയി. നേപ്പാൾ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. സൈക്കിള് നമ്മുടെ ഒരു ചെക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ 2-3 പ്രാവശ്യം വീണു. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യമെല്ലാം പറയും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നമ്മുടെ നാട്ടുകാരനാണ്, കണ്ണൂരിലാണ്. കണ്ണൂർ തലശ്ശേരി ചമ്പാട്ടുകാരനാണ്. സോ അവിടെ 3 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടി, ഇവിടേക്ക് വന്നു. പിന്നെ ഒരു ആക്സിഡന്റിലായി. പിന്നെ എന്ത് വർക്ക് ചെയ്യുന്നത്? ജോലി ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിതിനിപ്പം ട്രിച്ചി ശാഖയിൽ തന്നെയാണ്, നിങ്ങളും ട്രിച്ചി ശാഖയിലാണ്. അതിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കുറച്ച് ദിവസം ലീവിലായിരുന്നു. ഇപ്പൊ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇനിയും ശരിയായിട്ടില്ല. പക്ഷെ ബൈജു ഇത്ര വരെ എത്തിയിട്ട് പിന്നെ കമ്പനി കൊടുക്കാണ്ടിരുന്നാ ശരിയാവില്ല. അപ്പൊ കുറച്ച് റിസ്ക്. അതുകൊണ്ട് നമ്മൾ ഇന്ന് റൈഡ് കണ്ടാ മനസ്സിലാവും. ഇത് നോക്ക്, ഇതാണ് നമ്മുടെ ഒരു 1.5 കൊല്ലമായി. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത് വീണ്ടും എടുക്കുന്നത്. എന്തൊക്കെയാ ആവണെന്ന് കണ്ടറിയാം. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ട് കാണാം, നമുക്ക് കണ്ടിരിക്കാം. അതാണ് ഇത് നമ്മുടെ എൻ്റെ സൈക്കിളും ഫ്ലോറേൻ്റെ സൈക്കിളും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി. അപ്പോൾ വൈകുന്നേരം വരും. അവരുടെ ഫ്ലാറ്റിലാണ് ഇന്നലെ ഞാൻ നിന്നത്. ഇന്നും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാമെന്നല്ലേ? ഓക്കെ, എന്നാലും ശരി, പോയേക്കാം. ഓക്കെ, ഡാൻ. നമ്മുടെ സ്വന്തം കാവേരി നദിയാണിത്. നമ്മുടെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നെ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ വയനാട്ടിൻ്റെ സ്വന്തം കബനിയുമായിട്ട് ലിങ്ക് ചേർന്ന് ഒഴുകി നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ വഴി ഒഴുകി ഇതാ ഇങ്ങ് തമിഴ്നാട്ടിൽ എത്തി. തമിഴ്നാട്ടിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നമ്മുടെ സ്വന്തം കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗം. അവിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര. ഇതങ്ങ് കാണുന്ന അവിടെയാണ് ശ്രീരംഗം ഉള്ളത്. നമുക്ക് ദൂരെ നിന്ന് തന്നെ അതിൻ്റെ ഗോപുരം കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാഫിക് നല്ല ബ്ലോക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. നമ്മുടെ കക്ഷി ഇത് ഇവിടെയുണ്ട്. ഹായ്. അപ്പോൾ ഇത് പിന്നെ അങ്ങ് ദൂരെ ഒരു അതെന്നാ മലക്കോട്ട അല്ലേ? പിള്ളേർ കോവിലുണ്ട്, ഗണേശ കോവിൽ. അത് പറ്റുമോ നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? ഓക്കെ. ഫ്ലോറേൻ്റെ സൈക്കിളിന് സ്റ്റാൻഡില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ ചാർജ് വെച്ചിട്ടുള്ളത്. ഫ്ലോറ അവരെ ചാനലിന് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയാണ് കേട്ടോ. സൈക്കിളിൽ മാത്രമല്ല, അല്ലാണ്ട് യാത്ര പോകുന്നതാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് അധികം യാത്ര പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ശ്രീരംഗ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചിതമാണ് ശ്രീരംഗ ക്ഷേത്രം. ശരിക്കും ഈ ശ്രീരംഗം എന്ന് പറയുന്നത് ഒരു ദ്വീപിനുള്ളിലാണ്. ഒരു സൈഡ് കാവേരി നദിയും മറു സൈഡ് കാവേരിയുടെ പോഷക നദിയായ കൊള്ളിട നദിയും ചേർന്ന ഒരു ദ്വീപിനുള്ളിലാണ് ഈ ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 156 ഏക്കറോളമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവനായിട്ട്.
സുഹൃത്തുക്കളെ, ഈ ഒരു ശ്രീരംഗ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഹൈറ്റ് ഏകദേശം 73 മീറ്ററാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ലോകത്തിലുള്ള ഏറ്റവും വലിയ മതസമുച്ചയ ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീരംഗ ക്ഷേത്രം. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ അങ്കോർ വാട്ട് ക്ഷേത്രം കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ സെക്കൻഡായിട്ട് വരുന്ന ക്ഷേത്രമാണ് ഈ ശ്രീരംഗ ക്ഷേത്രം. ഇനി നമുക്ക് ശ്രീരംഗ ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെയും മൊത്തം റഷാണ് ആൾക്കാരുടെ. ഇതിപ്പോൾ സമയേകദേശം 11:30 ഇവിടെ 1 മണിക്ക് അമ്പലം അടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സൈക്കിളും ചവിട്ടി മെല്ലെ മെല്ലെ ചവിട്ടി ഇപ്പം ഇവിടെ എത്തി. ഏകദേശം എനിക്കൊന്ന് 1 മണിക്കൂറാണ് എടുത്തത് നമ്മൾ സൈക്കിളും ചവിട്ടി വന്നത്. പിന്നെ ഫ്ലോറ് കുറേ കാലമായി സൈക്കിൾ ചവിട്ടാത്തതുകൊണ്ടും ആ ഒരു രീതിയിൽ മാത്രമാണ് വന്നത്. പിന്നെ നല്ല വെയിലും കൊടുംവെയിൽ. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടല്ലേ? 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഗണേശോത്സവമാണ് ഈ വരും ദിവസങ്ങളിൽ. രാത്രിയൊക്കെ കാവേരി നദിയിലൊക്കെ ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമുക്ക് ഉൾക്കാഴ്ചയിലേക്ക് പോവാം. ഇവിടെ മൊത്തത്തിൽ ഓല ഇട്ടിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലുള്ള ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വട്ടപ്പന്തൽ ഈ ഓല കെട്ടുന്നതിന് വളരെയേറെ പേര് കേട്ടതാണ്. വിഷുവിളക്ക് സമയത്താണ് പന്തലിടുക. അതുപോലെ തന്നെ ഇവിടെ നടവഴി മുഴുവനായിട്ടും ഓലയിട്ട് സുന്ദരമായ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഷീറ്റൊക്കെയാണ് ഇപ്പോൾ ഇടാറ്. പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ ശൈലിയിൽ ഓല തന്നെയാണ് പാകിയിരിക്കുന്നത് നടവഴി മുഴുവനായിട്ട്. ഇത് കുറേ വഴികളിങ്ങനെയുണ്ട്. ഇതിൻ്റെ കുറേ ഭാഗത്തോളം വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉൾഭാഗം വരെ ഓരോരു ചെറിയ ചെറിയ ഗോപുരം കഴിഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ 3ാമത്തെ ഗോപുരമായി കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പം എനിക്കൊന്ന് 4ാമത്തെ ഗോപുരമാണ് ഇപ്പം വന്നത്. ചങ്ങാതിമാരെ, ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഒക്കെ കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ധാരാളം വർക്കുകൾ ഈ ഒരു ക്ഷേത്രത്തിലുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന തന്നെ കല്ലിൽ കൊത്തിയ പഴയകാലത്തെ ലിപികളാണ്. അതുപോലെ ധാരാളം വർക്കുകൾ, ചുമർചിത്രങ്ങൾ, അങ്ങനെയൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ശൈലിയിലുള്ള വർക്കുകളാണ്
ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ വെള്ളി ശനി ഞായറും നിലവിലിപ്പോൾ തമിഴ്നാട്ടിൽ ലോക്ക്ഡൗൺ ആയത് കാരണം ക്ഷേത്രം തുറക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്ക് 12:30ക്കാണ് ഇവിടെ ക്ഷേത്രം ഉച്ച സമയത്ത് ക്ലോസ് ചെയ്യൽ. നമ്മളിവിടെ 12 മണിയാകുമ്പോഴാണ് എത്തിയത്. നമ്മൾ എത്തിയ സമയവും വ്യാഴാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമുക്ക് കാണുവാൻ വേണ്ടി പറ്റി. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇവിടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്, 250 രൂപയും 50 രൂപയും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദർശനത്തിന് കയറാൻ വേണ്ടി സാധിക്കും. നോർമലി നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ പോയത് വ്യാഴാഴ്ച ആയത് കാരണം തന്നെ ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ലീവായത് കൊണ്ട് നല്ല തിരക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുതു, ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പ്രത്യേകിച്ചിട്ടും ഈ ഒരു കൊറോണ സമയത്തും. അപ്പോൾ സുഹൃത്തുക്കളെ, ശ്രീരംഗത്തോട് നമുക്ക് തൽക്കാലം വിട പറയാം. ഇനി 1-2 സ്ഥലം കൂടി ഇവിടെ ട്രിച്ചിയിൽ കാണാനുണ്ട്. നമ്മൾക്ക് വിചാരിച്ചത്ര ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് ഇല്ല. അത്രയൊന്നും ഷൂട്ട് ചെയ്ത് കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ഗ്യാപ്പിലാണ് എടുത്ത കുറച്ച് വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാണ്. നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടാതെ ഇതിൻ്റെ പ്രാധാന്യവും അറിയിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഉദ്ദേശമുള്ളത്. നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ 12 മണി 12:30 ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഉള്ളിൽ കയറിയിട്ടില്ല. എൻ്റെ മറ്റു ഉൾക്കാഴ്ചകളൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഒരു വഴി പറഞ്ഞ ബൈ.